നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി മൂന്നാമതൊരു ബലാത്സംഗ കേസ് കൂടി എത്തിയത് പോലീസ് രഹസ്യമായി സൂക്ഷിച്ചു. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയും നിലവിൽ കാനഡയിൽ താമസക്കാരിയുമായ യുവതിയുടെ പരാതിയിലാണ് പോലീസ് മിന്നൽ നീക്കം നടത്തിയത്. ഇമെയിൽ വഴി പരാതി നൽകിയ യുവതിയുമായി വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് ഓപ്പറേഷനിലേക്ക് കടന്നത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം എന്നിങ്ങനെ കേട്ടാൽ ഞെട്ടുന്ന വകുപ്പുകളാണ് എം.എൽ.എക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് യുവതി മൊഴി നൽകിയത്. രാഹുൽ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് യുവതി പരാതി നൽകിയത്. യുവതി മെഡിക്കൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന. രാഹുൽ സൗന്ദര്യ വസ്തുക്കളടക്കം വാങ്ങി നൽകിയിരുന്നു. പിന്നാലെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും പീഡനത്തിന് ശേഷം ബ്ലാക്ക്മെയിലിംഗ് ചെയ്തുവെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൂരപീഡനം നേരിട്ടുവെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. വിദേശത്തായ ഈ യുവതി അടുത്ത ദിവസം നാട്ടിലെത്തുമെന്നും വിവരമുണ്ട്. തന്നെ മുഖത്തടിക്കുകയും തുപ്പുകയും ദേഹത്ത് പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തുവെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഓവുലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനുശേഷം വീണ്ടും തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു. മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇതിൽ മനംനൊന്താണ് DNA പരിശോധനയ്ക്ക് പോയത്. പിന്നാലെ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഗർഭഛിദ്രത്തിനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. DNA പരിശോധനയ്ക്കായി യുവതി ഭ്രൂണം സൂക്ഷിച്ചുവെന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. DNA പരിശോധനയ്ക്ക് രാഹുൽ തയ്യാറായിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടൽ വളഞ്ഞ പോലീസ് അതീവ രഹസ്യമായിട്ടാണ് നീക്കങ്ങൾ നടത്തിയത്. ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ രാഹുൽ വിശ്രമിക്കുമ്പോൾ യൂണിഫോമിലെത്തിയ സംഘം റിസപ്ഷനിലെ ഫോണുകൾ വരെ പിടിച്ചുവെച്ചാണ് MLA പൊക്കിയത്. ആലത്തൂരിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് PAയും അഭിഭാഷകനെയും വിശ്വസിപ്പിച്ച് വഴിതിരിച്ചു വിട്ട പോലീസ് തന്ത്രപരമായി രാഹുലിനെ എത്തിച്ചത് പത്തനംതിട്ട AR ക്യാമ്പിലേക്കായിരുന്നു. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത FIR നിലവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 3 ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ളത്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അതീവ തന്ത്രപരമായി പോലീസ് മൂന്നാം കേസിൽ പിടിമുറുക്കിയത്. ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള പുതിയ ആരോപണങ്ങൾ വന്നതോടെ MLAയുടെ രാഷ്ട്രീയ ഭാവിയും നിയമ പോരാട്ടവും ഇരുട്ടിലാകുകയാണ്. കാനഡയിൽ നിന്നുള്ള യുവതിയുടെ പരാതി രാഹുലിനെ എല്ലാ അർത്ഥത്തിലും കുടുക്കിയിട്ടുണ്ട്. അവരുടെ നാട്ടിലെത്തുമെന്നാണ് വിവരം. മുൻ കേസുകളിൽ കോടതി സംരക്ഷണം നിലനിൽക്കവെയാണ് പുതിയ കേസിൽ രാഹുലിനെ പോലീസ് കുരുക്കിയിരിക്കുന്നത്. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയും നിയമ പോരാട്ടവും അതീവ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബലാത്സംഗം ചെയ്തെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് ഇരയാക്കിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പരമാവധി ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. അടുത്ത പരാതിയും വെറുതെയായി. അപ്പോഴാണ് മൂന്നാം പരാതി കിട്ടുന്നത്. തുടർന്ന് കരുതലോടെ പോലീസ് കരുക്കൾ നീക്കി. അങ്ങനെയാണ് അറസ്റ്റ് സാധ്യമായത്. ചോദ്യം ചെയ്യലിനു ശേഷം രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നും വിവരമുണ്ട്. പുതിയ പരാതിയോടെ നിലവിൽ 3 കേസുകളായി രാഹുലിനെതിരെയുള്ള കേസുകൾ. തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തെന്നാണ് സൂചന. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു.